മഹാഭാരതം എന്ന ഇതിഹാസത്തിൻ്റെ പല മോഡേൺ വെർഷൻസ് നമ്മൾ കാണുമ്പോഴും ഭീമൻ്റെയും അർജുനൻ്റെയും തൻ്റെ മറ്റ് സഹോദരന്മാരുടെയും എല്ലാം ബലത്തിൻ്റെ പുറത്ത് രാജാവായിരിക്കുന്ന ഒരാളാണോ യുധിഷ്ഠിരൻ എന്ന് നമുക്ക് തോന്നിപ്പോകും. എന്നാൽ വ്യാസമഹാഭാരതത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ യുധിഷ്ഠിരൻ്റെ പല കാര്യങ്ങളും നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിച്ചു ഇദ്ദേഹം ഇത്രയും വലിയൊരു സംഭവമായിരുന്നോ എന്ന്. അത്രത്തോളം അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ് യുധിഷ്ഠിരൻ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നത് വ്യാസമഹാഭാരതത്തിലെ ചക്രവർത്തി സാമ്രാട്ട് യുധിഷ്ഠിരനെ കുറിച്ചാണ്. അദ്ദേഹത്തെക്കുറിച്ച് അറിയാൻ എല്ലാവർക്കും താല്പര്യമുണ്ട് എന്നെനിക്ക് നല്ല ഉറപ്പാണ്. നമ്മുടെ വീഡിയോ കാണുന്നവർ പൊതുവെ അറിവ് ഇഷ്ടപ്പെടുന്നവരാണ്, അതുപോലെ വ്യക്തിജീവിതത്തിലും സാമ്പത്തികപരമായും വളർച്ച ആഗ്രഹിക്കുന്നവരുമാണ്. അതുകൊണ്ട് പ്രതിമാസം 2000 രൂപ പോലൊരു തുക നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി മാറ്റിവെക്കാൻ കഴിയുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടാറ്റ AIA ലൈഫ് ഒരു പുതിയ അവസരമൊരുക്കിയിട്ടുണ്ട്. അവരുടെ പുതിയ NFO ആയിട്ടുള്ള മൾട്ടി ക്യാപ് മൊമെൻറ്റം ക്വാളിറ്റി ഇൻഡെക്സ് ഫണ്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. ഡിസംബർ 31 വരെയാണ് ലാസ്റ്റ് ഡേറ്റ്. കൂടുതൽ മനസ്സിലാക്കാനായിട്ടുള്ള ലിങ്ക് കമൻറ്റിൽ കൊടുത്തേക്കാം. ടാറ്റ AIA ലൈഫ് ഇതിൽ നമ്മുടെ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നത് ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് സെഗ്മെൻറ്റിലെ അതാത് സമയങ്ങളിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്ന 10% കമ്പനികളിലായിരിക്കും. അതും ഒരു ഫണ്ട് മാനേജർ ഇല്ലാതെ. അതുകൊണ്ട് തന്നെ മാനുഷികമായിട്ടുള്ള തെറ്റുകളും പക്ഷാഭേദങ്ങളും ഒന്നും വരില്ല. ഈ ഒരു ഇൻഡെക്സിൻ്റെ മുൻകാല റിട്ടേൺസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 5-10 വർഷങ്ങളിലായിട്ട് 30.3%, 22.9% റിട്ടേൺസാണ് നൽകിയിട്ടുള്ളത്. ഇത്രയും വലിയ റിട്ടേൺ നൽകിയ ഈ ഒരു ഇൻഡെക്സിനെ അതേപോലെ റെപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ പുതിയ നിക്ഷേപം വന്നിരിക്കുന്നത്. ഇപ്പോൾ 2014 നിങ്ങൾ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ 10 വർഷങ്ങൾക്ക് ശേഷം 7.8 ലക്ഷമായേനെ. പിന്നെ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് NAV വെറും 10 രൂപയാണ്. അതുപോലെ പ്രതിമാസം അടയ്ക്കുന്ന തുകയുടെ 120 മടങ്ങ് ലൈഫ് കവറും അവൈലബിൾ ആണ്. ഇത് NRI സുഹൃത്തുക്കൾക്കും നല്ലൊരു അവസരമാണ്. പ്രതിമാസം 18,000 രൂപയൊക്കെ മാറ്റിവെക്കാൻ കഴിഞ്ഞാൽ 20 വർഷങ്ങൾക്ക് ശേഷം 2 കോടിയുടെ വരെ റിട്ടേൺസ് കിട്ടാൻ സാധ്യത കമ്പനി പറയുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് മറക്കണ്ട, ഈ മാസം 31 വരെയാണ് ലാസ്റ്റ് ഡേറ്റ്. ലിങ്കും കാര്യങ്ങളുമെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഒന്ന് കയറി നോക്കുക, വായിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് സമയം കളയാതെ ചക്രവർത്തി സാമ്രാട്ട് യുധിഷ്ഠിരനെ കുറിച്ച് നോക്കാം. നമസ്കാരം, ഞാൻ വൈശാഖ്. ടെലിസ്കോപ്പിലേക്ക് സ്വാഗതം. മഹാഭാരതത്തിലെ പാണ്ഡവരെന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന പേരുകൾ ആരൊക്കെയാണ്? ഭീമനും അർജുനനും. കാരണം അവർ അത്രത്തോളം ശക്തരായിരുന്നു. അവർക്കങ്ങനെ ഒരുപാട് പ്രത്യേകതകളുമുണ്ട്. എന്നാൽ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആരെയും കൂസാത്ത ഭീമൻ പോലും ഒരാളുടെ വാക്ക് കേട്ട് നിൽക്കണമെങ്കിൽ, ഭീമന് മേൽ പോലും നിയന്ത്രണമുണ്ടെങ്കിൽ ആ ചേട്ടൻ എങ്ങനത്തെ ഒരു ചേട്ടനായിരിക്കും? ഈ ഒരു ചോദ്യം നമ്മുടെ മനസ്സിൽ ചോദിച്ചാൽ തന്നെ നമുക്കൊന്ന് ചിന്തിച്ചെടുക്കാൻ പറ്റും യുധിഷ്ഠിരൻ ആരായിരുന്നുവെന്ന്. യുധിഷ്ഠിരൻ എന്ന പേരിൻ്റെ അർത്ഥം തന്നെ യുദ്ധത്തിൽ സ്ഥിരത പാലിക്കുന്നവനെന്നാണ്. ശരിക്കും അതങ്ങനെ തന്നെയായിരുന്നു. കാരണം മഹാഭാരത യുദ്ധഭൂമിയിൽ പാണ്ഡവർ 5 പേർ ഇറങ്ങിയപ്പോൾ 4 പേർക്കും പ്രതികാര മനോഭാവമായിരുന്നു. എന്നാൽ യുധിഷ്ഠിരനും പ്രതികാര മനോഭാവമല്ലായിരുന്നു ഉണ്ടായിരുന്നത്. തൻ്റെ സാമ്രാജ്യത്തിനെ വീണ്ടെടുത്ത് തൻ്റെ ജനങ്ങളുടെ നാഥനായി തനിക്കിരിക്കണം. അവർക്ക് താൻ കൊടുത്തിട്ടുള്ള പ്രോമിസ്, രാജാവായിട്ട് കയറിയപ്പോൾ കൊടുത്തിട്ടുള്ള പ്രോമിസ്, തൻ്റെ അപ്പനപ്പൂപ്പന്മാർക്ക് കൊടുത്തിട്ടുള്ള പ്രോമിസ്, അത് പാലിക്കണം എന്ന സതുദ്ദേശമായിരുന്നു യുധിഷ്ഠിരനുണ്ടായിരുന്നത്. ഇത് തന്നെയായിരുന്നു യുധിഷ്ഠിരനെ ഒരു നല്ല രാജാവാക്കിയത്. യുധിഷ്ഠിരനെ ചക്രവർത്തി സാമ്രാട്ട് എന്നാണ് വിളിച്ചിരുന്നത്. ഇതെന്ന് പറയുമ്പോഴത്തേക്കും രാജാവ്, മഹാരാജാവ് എന്നൊക്കെ പറയുന്നതിനെക്കാട്ടിയും ടോപ്പിൽ വരുന്നൊരു പദവിയാണ്. ഈ പദവിയുടെ ഒരു ഉദ്ദേശം എന്തെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് യുധിഷ്ഠിരൻ്റെ പല ക്വാളിറ്റീസിനെ കുറിച്ച് പറയണം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് പ്രതിപാദിക്കുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന്, യുധിഷ്ഠിരൻ ഒരു രാജാവെന്നുള്ള നിലയിൽ എന്തുകൊണ്ട് വ്യത്യസ്തനാകുന്നു, എന്തുകൊണ്ട് എല്ലാ മഹാന്മാരും യുധിഷ്ഠിരൻ തന്നെ രാജാവായി ഇരിക്കണം എന്നാഗ്രഹിക്കുന്നു. അതിന് അദ്ദേഹത്തിന് കുറച്ച് ക്വാളിറ്റീസ് കാണുമല്ലോ, അതിനെക്കുറിച്ച് നമുക്ക് പറയണം. പിന്നീട് എന്തുകൊണ്ട് മഹാഭാരത യുദ്ധത്തിന് യുധിഷ്ഠിരനും പാണ്ഡവരും തയ്യാറായി, ഈ വിഷയത്തെക്കുറിച്ചൊന്ന് സംസാരിക്കേണ്ടി വരുന്നു. ലാസ്റ്റായിരിക്കും യുധിഷ്ഠിരൻ എന്ന് പറയുന്ന യോദ്ധാവിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. അത് ഉറപ്പായിട്ടും നിങ്ങൾ കേട്ടിരിക്കണം. അപ്പോൾ നമുക്ക് തോന്നിപ്പോവും, ഇത്രയും ഗംഭീരനായിട്ടുള്ളൊരു യോദ്ധാവിനെയാണോ ഇത്രയും അണ്ടർ റേറ്റഡ് ആയിട്ട് ഇട്ടതെന്ന് നമുക്ക് തോന്നും. അപ്പോൾ നമുക്ക് ആദ്യം യുധിഷ്ഠിരൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റീസ് ആയിട്ടുള്ള ഇൻ്റർനാഷണൽ റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെ പറയാം. അതായത് പല രാജ്യങ്ങളുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ബന്ധം. നമുക്കറിയാം, ഓരോ രാജവംശങ്ങളും സാമ്രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കുന്നത് അവരുടെ പേരും പ്രതാപവും ഉയരങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എന്നാണല്ലോ നമ്മൾ വിശ്വസിക്കുന്നത്. എന്നാൽ യുധിഷ്ഠിരൻ ദിഗ്വിജയം നടത്തിയതും തൻ്റെ സഹോദരന്മാർക്ക് ആജ്ഞ കൊടുത്തതും ഒന്നും തന്നെ തൻ്റെ മേൽക്കോയ്മ കാണിക്കാനോ മറ്റുള്ളവരുടെ മുന്നിൽ തൻ്റെ ശക്തി പ്രദർശിപ്പിക്കാനോ ഒന്നുമല്ലായിരുന്നു. ഒട്ടുമിക്ക എല്ലാ രാജ്യങ്ങളെയും ഒരു ഭരണത്തിൻ്റെ കീഴിൽ കൊണ്ടുവന്ന് അവിടെ ഐക്യവും സമാധാനവും നിലനിർത്തണമെന്ന ഉദ്ദേശത്തോടു കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ധർമ്മരാജൻ എന്നൊക്കെ വിളിക്കുന്നത്.
അത്രത്തോളം ധർമ്മബോധം ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. യുധിഷ്ഠിരൻ തൻ്റെ 4 സഹോദരന്മാരും യുദ്ധത്തിന് പോകുന്നതിന് മുൻപ് കൊടുക്കുന്ന ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ട്. ഒരു കാരണവശാലും കാലാകാലങ്ങളായി വൈരാഗ്യം നീണ്ടു നിൽക്കുന്ന രീതിക്ക് നിങ്ങൾ യുദ്ധം ചെയ്യരുത്. അതായത് ഭീമൻ്റെയൊക്കെ യുദ്ധം അറിയാമല്ലോ, വളരെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള യുദ്ധമാണ്. അങ്ങനെ ഒന്നും മറ്റുള്ളവരെ അപമാനിക്കുന്ന രീതിക്ക്, അവർക്ക് കാലാകാലങ്ങളായിട്ട് വിദ്വേഷം വെച്ചു പുലർത്തുന്ന രീതിക്ക് യുദ്ധങ്ങൾ ചെയ്യരുത്. അതുകൊണ്ട് തന്നെ പാണ്ഡവർ നടത്തിയിട്ടുള്ള ഒട്ടുമിക്ക എല്ലാ യുദ്ധങ്ങളിലും രാജാക്കന്മാരെ തട്ടിയിട്ടില്ല. മിക്ക യുദ്ധങ്ങളിലും രാജാക്കന്മാരെ തട്ടാതെ യുദ്ധത്തിൽ തോൽപ്പിച്ച് സമാധാനത്തോടു കൂടി നിയന്ത്രണം വരുത്തിയ യുദ്ധങ്ങളായിരുന്നു മിക്കതും. കാരണം എന്താണ്? യുധിഷ്ഠിരൻ അറിയാം, രാജാവിനെ തീർത്താൽ ആ രാജാവിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ കലാപം ഉണ്ടാക്കും, അത് പിന്നെ സാമ്രാജ്യത്തിന് പ്രശ്നമാകും എന്നറിയാവുന്നത് കൊണ്ട് യുധിഷ്ഠിരൻ അത് വളരെ നല്ലതുപോലെ ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ നമുക്ക് ചിന്തിക്കും, ഇത്രത്തോളം ബോധമുള്ള ഒരാൾ പിന്നെ എന്തിനു മഹാഭാരത യുദ്ധം സമ്മതിച്ചു? എന്തിനു കുറേ എണ്ണത്തിനെ തീർത്തു എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. അതിനൊരു കാരണമുണ്ട്. ഇവിടെയാണ് നമ്മൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കേണ്ടിയിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു തുടങ്ങുന്നതിന് മുൻപ് ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ കൗരവരുടെ പക്ഷത്തുമല്ല, പാണ്ഡവരുടെ പക്ഷത്തുമല്ല. ഞാൻ ഈ പറയുന്നത് മഹാഭാരതം ഒരുപാട് ഇഷ്ടമുള്ള ഒരാളെന്നുള്ള നിലയ്ക്കാണ്. കുട്ടിക്കാലം മുതലേ കേട്ട് ഒരുപാട് ഇഷ്ടമാണ് എനിക്ക് ഈ ഒരു കഥ. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. പിന്നെ വ്യാസമഹാഭാരതം റെഫർ ചെയ്താണ് ഞാൻ പറയുന്നത്. യുധിഷ്ഠിരനും അർജുനനും ഭീമനും നകുലനും സഹദേവനും പോയി ചോദിച്ചത് ഹസ്തിനപുരം ഇങ്ങ് തരണം എന്നല്ല, ഹസ്തിനപുരത്തിൻ്റെ പകുതി തരണം എന്നല്ല അവർ പറഞ്ഞത്. അവർ കഷ്ടപ്പെട്ട് നിർമ്മിച്ചെടുത്ത ഇന്ദ്രപ്രസ്ഥം എന്ന അവരുടെ രാജ്യവും സാമ്രാജ്യവും തിരിച്ചു കൊടുക്കണമെന്നാണ് പറഞ്ഞത്. ന്യായമായിട്ടുള്ള ചോദ്യമല്ലേ അത്? കാരണം എന്തെന്ന് വെച്ചാൽ, എനിക്ക് സഹിതം ഈ ഒരു വ്യാസമഹാഭാരതം വായിക്കുന്നതിന് മുമ്പുണ്ടായിരുന്നൊരു തെറ്റിദ്ധാരണയാണ് ഇന്ദ്രപ്രസ്ഥം എന്ന് പറയുന്നത് ഹസ്തിനപുരത്തിൻ്റെ പകുതിയാണെന്ന്. സത്യം പറഞ്ഞാൽ ഇന്ദ്രപ്രസ്ഥം ഹസ്തിനപുരത്തിൻ്റെ ഒരു പകുതിയല്ലായിരുന്നു. ഹസ്തിനപുരം കിടക്കുന്നത് UP റീജിയനാണ്. ഇന്ദ്രപ്രസ്ഥം കിടക്കുന്നത് അങ്ങ് തലസ്ഥാനത്താണ്. കണ്ടല്ലോ, അപ്പോൾ നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ അത്രയും ദൂരമുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഒരു രാജ്യത്തിൻ്റെ പകുതി കൊടുക്കുന്നു എന്ന് പറയുന്ന സംഭവം എന്താണെന്നറിയോ? ആ രാജ്യത്തിൻ്റെ കറക്റ്റ് പകുതി, അവിടെ ഉണ്ടായിരുന്ന മിക്ക റിസോഴ്സസിൻ്റെയും പകുതി, സൈന്യത്തിൻ്റെ പകുതി, ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോഴാണ് രാജ്യത്തിൻ്റെ നേർപകുതി കൊടുത്തു എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു പാകം വയ്ക്കൽ നടന്നിട്ടുള്ളത് ദ്രുപദൻ്റെ രാജ്യത്തിലാണ്. ദ്രുപദൻ്റെ രാജ്യത്തിൻ്റെ നേർപകുതിയാണ് മുറിച്ച് ദ്രോണർ മേടിച്ചെടുത്തത്. ആ ഒരു കഥ അറിയാമല്ലോ. പക്ഷെ അങ്ങനെയല്ല ഇവിടെ സംഭവിച്ചത്. ഹസ്തിനാപുരത്ത് അവരെല്ലാവരും കൂടെ പാണ്ഡവർക്ക് കൊടുത്തു എന്ന് പറയപ്പെടുന്നത് ഇന്ദ്രപ്രസ്ഥത്തിൻ്റെ ആദ്യത്തെ പേര് ഖാണ്ഡവപ്രസ്ഥം എന്നായിരുന്നു. ഈ ഖാണ്ഡവപ്രസ്ഥം പാണ്ഡവർക്ക് കൊടുത്ത സമയത്തുണ്ടല്ലോ, തരിശു ഭൂമിയായിരുന്നു. ആർക്കും വേണ്ടാത്ത ഒരു ഉപയോഗമില്ലാത്ത തരിശു ഭൂമിയാണ് പാണ്ഡവർക്ക് വെച്ച് നീട്ടിയത്. അല്ലാതെ ഒരു രാജ്യത്തിൻ്റെ നേർപകുതിയല്ല കൊടുത്തത്. അങ്ങനെ ആ ഒരു തരിശു ഭൂമിയാണ് പാണ്ഡവർക്ക് വെച്ച് നീട്ടിയത്. യുധിഷ്ഠിരൻ സമാധാനപ്രിയനും അതുപോലെ തന്നെ തൻ്റെ പിതാമഹനെയും മൂത്തേച്ചനെയും ഇളയച്ചനെയെല്ലാം ഒരുപാട് ഇഷ്ടമുള്ള ആളായതുകൊണ്ടും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് ഒരാളവിടെ തിളച്ച് നിൽപ്പുണ്ടായൊരു ഭീമൻ. പിന്നെ അർജുനനും പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പം അവരെയൊക്കെ സമാധാനിപ്പിച്ച് കിട്ടിയത് കൊണ്ട് പോവാം, അത് മതി എന്നും പറഞ്ഞ് യുധിഷ്ഠിരൻ പോയ പോക്കിൽ രാജ്യത്തിലുള്ള ആളുകൾ യുധിഷ്ഠിരൻ്റെ പിന്നാലെ പോവുക ചെയ്തത്. കാരണം യുവരാജാവായി പുള്ളിക്കാർ ഇരുന്ന സമയത്ത് തന്നെ പുള്ളിയുടെ ആ ഒരു സ്നേഹവും രീതികളുമെല്ലാം വളരെ വ്യത്യസ്തമായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ പിറക്കെന്ന് പോയത്. അതായത് പാണ്ഡവർക്ക് ആദ്യം ഖാണ്ഡവപ്രസ്ഥം കൊടുത്തു എന്നും പറഞ്ഞ് ഹസ്തിനപുരത്തിന് യാതൊരുവിധ നഷ്ടം ഉണ്ടായിട്ടില്ല. ഒരു നഷ്ടം ഉണ്ടായിട്ടില്ല. കാരണം ആർക്കും ഉപയോഗമില്ലാത്തൊരു തരിശു ഭൂമിയല്ലേ കൊടുത്തേ. ആ തരിശു ഭൂമി കൊണ്ടുപോയി യുധിഷ്ഠിരൻ ഒരാളുടെ നേതൃപാഠവും സഹദേവൻ്റെ ബുദ്ധിശക്തിയും പാണ്ഡിത്യവും നകുലൻ്റെ കഴിവും അർജുനൻ്റെ യോഗിക് പവറും കഴിവുകളും ജ്ഞാനവും അതുപോലെ ഭീമൻ്റെ കൈക്കരുത്തും സംരക്ഷണവും കൊണ്ടാണ് ഖാണ്ഡവപ്രസ്ഥത്തിൽ നിന്ന് അവർ ഇന്ദ്രപ്രസ്ഥം എന്ന് പറഞ്ഞ ആ ഒരു വലിയ ഗംഭീരമായിട്ടുള്ള ആ ഒരു രാജ്യം നിർമ്മിച്ചെടുത്തത്. അർജുനൻ മയനെ രക്ഷിച്ചതിൻ്റെ ഒരു ഒരു റിട്ടേൺ ഓഫ് ഫേവർ എന്ന് പറയുന്നത് പോലെയാണ് എല്ലാവരും അത്ഭുതപ്പെടുത്തുന്ന രീതിക്കൊരു സഭയൊക്കെ മയൻ നിർമ്മിച്ചു കൊടുത്തത് അവർക്ക്. അപ്പം അതൊക്കെ വേറെ കാര്യം. എന്നിട്ട് ദിഗ്വിജയം നടത്തി ഒരു സാമ്രാജ്യം റെഡിയാക്കുകയായിരുന്നു യുധിഷ്ഠിരൻ ചെയ്തത്. അങ്ങനെ ചക്രവർത്തി സാമ്രാട്ടായി. അപ്പോൾ തൻ്റെ അധ്വാനം കൊണ്ടും തൻ്റെ സഹോദരന്മാരുടെ അധ്വാനം കൊണ്ടും കെട്ടിപ്പടുത്തുയർത്തിയ ആ സാമ്രാജ്യമാണ് തിരിച്ചു ചോദിച്ചത്. അപ്പോഴാണ് സൂര്യ കുത്താൻ പോലും ഇടം കൊടുക്കൂല എന്ന് ചേട്ടന്മാർ പറഞ്ഞത്. പിന്നെ ബാക്കി അറിയാലോ ഡയലോഗ്. അറ്റ്ലീസ്റ്റ് അവർ കഷ്ടപ്പെട്ട് അവരുടെ അധ്വാനം കൊണ്ട് നിർമ്മിച്ചെടുത്ത ഇന്ദ്രപ്രസ്ഥം എന്ന് പറയുന്ന രാജ്യമെങ്കിലും അവർക്ക് തിരിച്ചു കൊടുക്കേണ്ടതല്ലേ? ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. മറ്റൊരു കാര്യം കൂടെ ഇവിടെ ഓർമ്മിപ്പിക്കണം. ചൂതുകളിക്ക് മുൻപായിട്ട് ദുര്യോധനൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. കാരണം ആരും സപ്പോർട്ടിന് നിൽക്കത്തില്ലായിരുന്നു. ഒരു യുദ്ധം വെച്ചിരുന്നെങ്കിൽ ആരും സപ്പോർട്ടിന് നിൽക്കത്തില്ലായിരുന്നു. എല്ലാവരും യുധിഷ്ഠിരൻ്റെ ഭാഗമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സെക്ഷൻസൊക്കെ മഹാഭാരതത്തിൽ വരുന്നുണ്ട്. അപ്പോൾ
ഇതുകൊണ്ടാണ് ഈ ഒരു രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള ഇത് യുദ്ധം നടന്നത് എന്ന് നമ്മളൊന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇനി നമ്മൾ ചക്രവർത്തി സാമ്രാട്ട് യുധിഷ്ഠിരൻ്റെ മറ്റ് ചില ക്വാളിറ്റീസിനെ കുറിച്ച് പറയേണ്ടിയിരിക്കുന്നു. യുധിഷ്ഠിരൻ ഒരിക്കലും ഈ കുലം ആവക കാര്യങ്ങളൊന്നും വലുതായിട്ട് നോക്കിയിരുന്നില്ല. തൻ്റെ അനുജനായിട്ടുള്ള ഭീമസേനൻ ഒരു രാക്ഷസിയെ വിവാഹം ചെയ്യാൻ പോയപ്പോഴത്തേക്കും യുധിഷ്ഠിരൻ അറിയാം, യുധിഷ്ഠിരൻ എന്തെങ്കിലും പറ്റിപ്പോയ യുവരാജാവെന്ന് പറയുന്നത് ഭീമനാണ്, അനുജനല്ലേ എന്ന ചിന്ത പോലും യുധിഷ്ഠിരൻ ചിന്തിച്ചിരുന്നില്ല. അതായത് തൻ്റെ സഹോദരൻ്റെ വിവാഹത്തിനെതിരെ പറഞ്ഞിട്ടില്ല. പിന്നെ മറ്റൊരു കാര്യം കൂടെ നമ്മൾ ചിന്തിക്കണം. അഭിമന്യുവിൻ്റെ വിവാഹം നടത്തിയ ഉത്തരയുണ്ടല്ലോ, സൂതപുത്രിയുടെ മകളായിരുന്നു. ഉത്തരയുടെ അമ്മ ഒരു സൂതപുത്രിയായിരുന്നു. അപ്പോൾ ഈ ഒരു കുലത്തിൻ്റെയൊക്കെ പ്രശ്നം യുധിഷ്ഠിരൻ ഉണ്ടായിരുന്നെങ്കിൽ കല്യാണം നടക്കത്തില്ല എന്ന് യുധിഷ്ഠിരൻ ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി, ആരും അതിനെ എതിർക്കത്തില്ല. കാരണം അത്രത്തോളം ആജ്ഞാശക്തിയായിരുന്നു യുധിഷ്ഠിരന്. കാരണം ഒരു ആജ്ഞയെ കേട്ട ആളുകൾ പാലിക്കും, അത്രത്തോളം പവർ യുധിഷ്ഠിരനുണ്ടായിരുന്നു. അപ്പോൾ അത് സൂചിപ്പിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഇദ്ദേഹം രാജ്യത്തിൽ സമാധാനം നിലനിർത്താനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ മഹാഭാരത യുദ്ധം കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടല്ലോ, നഷ്ടപരിഹാരങ്ങളും മറ്റ് പ്രവർത്തനങ്ങളും ഒക്കെ ചെയ്തത് തൻ്റെ എതിരെ നിന്ന് പോരാടിയ സൈനികർക്കും തൻ്റെ എതിരെ നിന്ന് പോരാടി മരിച്ചുപോയ സൈനികർക്ക് വേണ്ടിയിട്ടും ഇദ്ദേഹം നഷ്ടപരിഹാരങ്ങളും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്. കാരണം എന്താണ്, ഈ ഒരു കാര്യത്തിൽ യുധിഷ്ഠിരൻ പാർഷ്യാലിറ്റി കാണിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ തൻ്റെ സാമ്രാജ്യത്തിലുള്ള ജനങ്ങൾക്കിടയിൽ ഒരു വിഭാഗീയതയുണ്ടായേനെ. എന്തു വിഭാഗീയത? യുധിഷ്ഠിരൻ സഹായിച്ച ആളുകൾ, അതായത് യുധിഷ്ഠിരൻ്റെ പക്ഷത്തുണ്ടായിരുന്ന ആളുകൾ, യുധിഷ്ഠിരന് എതിരെ നിന്ന ആളുകൾ, അതായത് യുധിഷ്ഠിരൻ സഹായിക്കാത്ത ആളുകൾ. ഈ ഒരു വിഭാഗീയതയുണ്ടായാൽ അവിടെ സ്പർദ്ധയുണ്ടാവും, തമ്മിൽ തല്ലുണ്ടാവും, കാലാകാലങ്ങൾ നീണ്ടു നിൽക്കുന്ന എതിർപ്പുകളുണ്ടാവും. ഇതൊരു അന്തർയുദ്ധത്തിന് കാരണമാവുകയും ഇത് തൻ്റെ സാമ്രാജ്യത്തിൽ സമാധാനത്തിന് കുറവുണ്ടാക്കുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ബുദ്ധിമാനായിട്ടുള്ള രാജതന്ത്രജ്ഞനായിട്ടുള്ള ചക്രവർത്തി സാമ്രാട്ട് യുധിഷ്ഠിരൻ രണ്ടു കൂട്ടരെയും ഇമ്പാർഷ്യലായിട്ട് പരിഗണിച്ചത്. പിന്നെ അത് മാത്രമല്ല, യുധിഷ്ഠിരനുണ്ടല്ലോ, ഒരുപാട് രാജാക്കന്മാർ യുധിഷ്ഠിരൻ്റെ ആ ഒരു ക്വാളിറ്റി കണ്ടിട്ട് അദ്ദേഹത്തിനെ ചക്രവർത്തിയായിട്ട് സാമ്രാട്ടായിട്ടും ഒക്കെ അംഗീകരിച്ചിട്ടുണ്ട്. യുധിഷ്ഠിരൻ്റെ മുഖത്ത് നോക്കി ആർക്കും എതിരൊന്നും പറയാൻ പറ്റത്തില്ലായിരുന്നു. അത്രയ്ക്ക് നല്ലൊരു വ്യക്തിയായിരുന്നു യുധിഷ്ഠിരൻ ഒരു രാജാവെന്നുള്ള നിലയ്ക്ക്. അങ്ങനെ പറയുന്ന പല ഇൻസ്റ്റൻസസും മഹാഭാരതത്തിൽ വരുന്നുണ്ട്. ഇപ്പോൾ മറ്റൊരു കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ, യുധിഷ്ഠിരൻ്റെ മറ്റൊരു പ്രത്യേകത, ഇദ്ദേഹം രാജ്യം ഭരിച്ചിരുന്ന സമയത്തുണ്ടല്ലോ, ഈ രാജ്യത്ത് ഒരുപാട് സോഴ്സസ് അവർക്ക് വരുമാനം ഉണ്ടായിരുന്നു. ഈ രാജ്യത്തിന് ഒരുപാട് വരുമാനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ട് ജനങ്ങളിൽ നിന്ന് ടാക്സ് മേടിച്ചിരുന്നില്ല. അപ്പം ഈ വക വിഷയങ്ങളെക്കുറിച്ച് മഹാഭാരതത്തിൽ നാരദൻ പറയുന്നുണ്ട് യുധിഷ്ഠിരൻ്റെ ഈ ഒരു കാര്യങ്ങളെക്കുറിച്ച്. പിന്നെ വ്യാസമഹാഭാരതം വായിക്കുമ്പോൾ ഇതിനൊക്കെ പുറമേ മറ്റു ചില കാര്യങ്ങളും യുധിഷ്ഠിരൻ ചെയ്തിട്ടുണ്ട്. എന്താണ്? പെൻഷൻ സിസ്റ്റം, അനാഥാലയങ്ങൾ, ഈ വക കാര്യങ്ങളെല്ലാം ഇദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് മാത്രമല്ല, താൻ ഭരിച്ചിരുന്ന സമയത്ത് മാത്രമല്ല, ഭരിക്കാതിരുന്ന സമയത്ത് പോലും തൻ്റെ ദേശത്തുണ്ടായിരുന്ന കാടുകളിൽ താമസിച്ചിരുന്ന ജീവികളുടെ കാര്യത്തിൽ പോലും യുധിഷ്ഠിരന് ശ്രദ്ധയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വനവാസക്കാലത്ത് ഒരു കാട്ടിൽ ഒരു കാലഘട്ടത്തിൽ കൂടുതൽ താമസിക്കത്തില്ലായിരുന്നു. കാരണം അവിടെ ഒരു കാലഘട്ടത്തിൽ കൂടുതൽ താമസിച്ചാൽ ഇവർ ഭക്ഷണത്തിന് വേണ്ടിയും താമസ സൗകര്യത്തിന് വേണ്ടിയും കാടിൻ്റെ എക്കോസിസ്റ്റം നശിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയ യുധിഷ്ഠിരൻ ഓരോ സമയങ്ങളിലും ആ കാട്ടിൽ നിന്ന് മാറി മറ്റുള്ള കാടുകളിലേക്ക് പൊയ്ക്കൊണ്ടിരുന്നു. ഒരു സ്ഥലത്തു നിന്ന് മാറി അടുത്ത സ്ഥലത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഇവർ കാരണം ഉണ്ടായ ദോഷങ്ങളെല്ലാം മാറി ആ കാട് റെഡിയാവുമല്ലോ, അപ്പോൾ വീണ്ടും തിരിച്ചവിടെ വരാൻ പറ്റും. ഇങ്ങനെ അദ്ദേഹം ചിന്തിച്ചിരുന്നു. അത്രത്തോളം ശ്രദ്ധാലുവായിരുന്നു അദ്ദേഹം തൻ്റെ ഭരണത്തിൻ്റെ കാര്യത്തിൽ. അപ്പം എങ്ങനെ നോക്കിയാലും ഉത്തമനായിട്ടുള്ള ഒരു രാജാവായിരുന്നു യുധിഷ്ഠിരൻ. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ ആയിരിക്കണം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒട്ടുമിക്ക എല്ലാ മുതിർന്നവർക്കും ഇദ്ദേഹം തന്നെ അവിടെ രാജ്യം ഭരിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നതും. ഇനി യുധിഷ്ഠിരൻ ഒരു യോദ്ധാവെന്നുള്ള നിലയ്ക്ക് എങ്ങനെയാണ്, അതിനെക്കുറിച്ച് നമുക്കൊന്ന് പറയാം. ഇവിടെയാണ് കേട്ടോ യുധിഷ്ഠിരൻ എന്ന് പറയുന്ന ആ ഒരു രാജാവിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഇമേജ് നമുക്ക് മാറുന്നത്. ഒരു ഗംഭീരനായിട്ടുള്ളൊരു പോരാളിയായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയുന്നത് ഇവിടെ വെച്ചിട്ടാണ്. അപ്പോൾ ഇതേക്കുറിച്ച് പറയുന്നതിന് മുൻപ് നമുക്ക് യുധിഷ്ഠിരൻ്റെ ഒരു അപ്പിയറൻസിനെ കുറിച്ച് പറയാം. ഇദ്ദേഹത്തിൻ്റെ ശരീരത്തെക്കുറിച്ച് പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ്: പൂർണ്ണ വളർച്ചയെത്തിയ ഒരു സിംഹത്തിൻ്റെ ശരീരം എന്നാണ് പറഞ്ഞിരുന്നത്. അതിൻ്റെ അർത്ഥം അനാവശ്യമായിട്ട് തടിയുമില്ലായിരുന്നു, ഭയങ്കരമായിട്ട് മെലിഞ്ഞിട്ടുമില്ലായിരുന്നു, വെൽ ബിൽറ്റ് ആയിട്ടുള്ള മസ്കുലറായിട്ടുള്ള ബോഡിയായിരുന്നു യുധിഷ്ഠിരൻ ഉണ്ടായിരുന്നത്. ഭീമനെ പോലെ ഭയങ്കര വലിയ ശരീരമൊന്നുമല്ല, എന്നാൽ വളരെ ചെറിയ ശരീരമല്ല, ഒരു എന്താ പറയുക, ചേർന്ന ഒരു ലുക്കായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. പിന്നെ സ്വർണത്തിൻ്റെ നിറമായിരുന്നു, നല്ല മുടിയുണ്ടായിരുന്നു. ചിലപ്പോൾ സിംഹം എന്നൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ചിലപ്പോൾ മീശൻ തടിയൊക്കെ ഉണ്ടായിരുന്നായിരിക്കും, അതെനിക്കറിയാൻ വയ്യ. പിന്നെ ഇദ്ദേഹത്തിൻ്റെ കണ്ണെന്ന് പറയുമ്പോൾ നല്ല വിടർന്ന കണ്ണുകളാണ്. കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ നിറമെന്ന് പറയുമ്പോഴത്തേക്കും ചെമ്പിൻ്റെ നിറമാണ്. അപ്പോൾ കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയായിരുന്നു. അത്യാവശ്യം നല്ല പൊക്കവും
നല്ല രൂപവും. കുന്തമായിരുന്നു മെയിൻ ആയുധം. കുന്തമായിരുന്നു. ഈ കുന്തം വെച്ച് പോരാടുന്ന യുധിഷ്ഠിരനെ പിടിച്ചു കെട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, യുധിഷ്ഠിരൻ എന്ന യോദ്ധാവിനെ കുറിച്ച് പറയുന്നതിന് മുൻപേ യുധിഷ്ഠിരൻ എന്ന രാജതന്ത്രജ്ഞനെ കുറിച്ച് പറയണം. രാജതന്ത്രത്തിൻ്റെ കാര്യത്തിലും യുദ്ധതന്ത്രത്തിൻ്റെ കാര്യത്തിലും യുധിഷ്ഠിരൻ ടോപ്പ് തന്നെയായിരുന്നു. നമുക്ക് മഹാഭാരതത്തിൽ അറിയാം എന്താണ് യുദ്ധം തുടങ്ങുന്നതിന് മുൻപായിട്ട് തൻ്റെ പിതാമഹൻ്റെയും ഗുരുനാഥനായ ദ്രോണരുടെയും ഒക്കെ മുന്നിൽ ചെന്ന് യുധിഷ്ഠിരൻ തൊഴുത് അനുഗ്രഹം മേടിക്കുന്നൊരു സീൻ. എന്നാൽ അത് വെറുതെ തൊഴുത് അനുഗ്രഹം മേടിക്കാൻ മാത്രമല്ല പോയത്. അവരൊക്കെ യുധിഷ്ഠിരനെ നല്ലപോലെ അറിയാം ഇവരെ രണ്ടുപേരെയും പെട്ടെന്ന് തോൽപ്പിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എങ്ങനെ ഇവരെ തീർക്കണം എന്നുള്ളത് അവരിൽ നിന്ന് തന്നെ മനസ്സിലാക്കി യുധിഷ്ഠിരൻ അവിടെ ഈ ഒരു അനുഗ്രഹം മേടിക്കാൻ പോയപ്പോൾ. അതൊരു ഡബിൾ പർപ്പസ് ആയിരുന്നു. അനുഗ്രഹം മേടിക്കാൻ പോവുകയും ചെയ്തു, അവിടെ അവരെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു അവരെ എങ്ങനെ തീർക്കണമെന്ന്. ആ ഒരു യുദ്ധതന്ത്രജ്ഞൻ്റെ ബുദ്ധിയും കൂടെ നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ അത് യുധിഷ്ഠിരൻ മനസ്സിലാക്കിയായിരുന്നു ആ സമയത്ത്. പിന്നീട് മറ്റൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും യുധിഷ്ഠിരൻ എന്താ പറയുക, നമ്മുടെ മറ്റുള്ള പാണ്ഡവരെ പോലെ ഇപ്പം നകുലൻ്റെ കയ്യിലാകട്ടെ പരമശിവനിൽ നിന്ന് കൈമാറി വന്നിട്ടുള്ള ഉടവാളാണ് ഇരിക്കുന്നത്. അർജുനൻ്റെ കയ്യിലിരിക്കുന്നത് ഗാന്ധീവമാണ്, വളരെ പ്രശസ്തമായിട്ടുള്ള വില്ല്, പന പോലത്തെ ഗാന്ധീവം. ഭീമൻ്റെ കയ്യിലിരിക്കുന്ന ഗദ എന്ന് പറയുമ്പോൾ പുരാതന കാലത്തൊരു രാജാവ് അസുരന്മാരെ നിഗ്രഹിക്കാൻ ഉപയോഗിച്ച 8 ചുറ്റ് പൊന്നു കെട്ടിയ ഭീമൻ ഗദയാണ് ഭീമസേനൻ്റെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ ഇവർക്കൊക്കെ സ്പെഷ്യലായിട്ടുള്ള ആയുധങ്ങളുണ്ട്. ഇദ്ദേഹത്തിന് സ്പെഷ്യലായിട്ടുള്ള ആയുധമൊന്നും അല്ല ഇരിക്കുന്നത്. യുധിഷ്ഠിരൻ്റെ കയ്യിലിരിക്കുന്നതും സ്പെഷ്യലായിട്ടുള്ള ആയുധങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന വില്ല് മഹേന്ദ്രം എന്ന പേരുള്ള ഒരു സെലസ്റ്റിയലായിട്ടുള്ളൊരു വില്ലായിരുന്നു, ദിവ്യമായിട്ടുള്ളൊരു വില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിലിരുന്ന ഈ ഒരു കുന്തം, അദ്ദേഹത്തിൻ്റെ കയ്യിലിരുന്ന കുന്തമെന്ന് പറയുന്നത് ഈശാനൻ്റെ കയ്യിൽ നിന്ന് ലഭിച്ച കുന്തമാണ്. ഈശാനൻ എന്ന് പറയുന്നത് അഷ്ടദിക്പാലകന്മാരിൽ ഒരാളാണ് ഈശാനൻ. ആ ഈശാനൻ പരമശിവൻ്റെ സാന്നിധ്യം തന്നെയാണ്. അതായത് പരമശിവൻ്റെ മറ്റൊരു ഫോമാണ് ഈശാനൻ. അപ്പോൾ ഈശാനൻ്റെ കയ്യിലിരുന്ന വളരെ പ്രത്യേകതയുള്ള കുന്തമാണ് യുധിഷ്ഠിരൻ്റെ കയ്യിലിരുന്നത്. ഈ കുന്തം യുധിഷ്ഠിരൻ ഉപയോഗിച്ച സമയത്ത് ഈ കുന്തത്തിൻ്റെ പ്രത്യേകതകൾ പറയുന്നുണ്ട്. വളരെ വെൽ ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു ഡിവൈനായിട്ടുള്ള കുന്തമായിരുന്നു അത്. നല്ല ഷാർപ്പായിരുന്നു, പിന്നെ മണികളൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു, നല്ല വെൽ ഡെക്കറേറ്റഡ് ആയിരുന്നു. പിന്നെ അത് മാത്രമല്ല, യുധിഷ്ഠിരൻ ഈ കുന്തം എറിയുന്ന സമയത്തുണ്ടല്ലോ, ഉൽക്ക ഇങ്ങനെ പോകണ കണക്ക് ഒരു അഗ്നിനാളം ഇങ്ങനെ പോകുന്ന കണക്ക് തോന്നുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇദ്ദേഹവുമായിട്ട് ശല്യരുമായിട്ട് യുധിഷ്ഠിരൻ പോരടിച്ച സമയത്ത് ഈ ശല്യർക്കൊരു പ്രത്യേകത, ഒരു വരദാനം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്ന ആളുകൾ ശാന്തമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ആളുകളായിരിക്കണം. യുധിഷ്ഠിരൻ അതിൽ ഫേമസ് ആയിട്ടുള്ള ആളാണല്ലേ, യുദ്ധത്തിൽ സ്ഥിരത പാലിക്കുന്നവൻ, ദേഷ്യപ്പെടത്തില്ല. അത്രയും യുദ്ധത്തിൽ നിന്ന സമയത്ത് പോലും യുധിഷ്ഠിരൻ നിയന്ത്രിച്ചു നിന്ന സമയങ്ങളായിരുന്നു ആ ഒരു യുദ്ധത്തിലെന്ന് പറയുമ്പോൾ. ആ സമയത്ത് ശല്യർക്ക് നേരെ യുധിഷ്ഠിരൻ ഈ ഒരു കുന്തമെറിഞ്ഞ് ശല്യരെ വീഴ്ത്തിയത് വ്യാസമഹാഭാരതത്തിൽ വർണ്ണിച്ചിരിക്കുന്നത് ക്രൗഞ്ചപർവ്വതത്തെ സുബ്രഹ്മണ്യ സ്വാമി വേലെറിഞ്ഞു പിഴുതതുമായിട്ടാണ് യുധിഷ്ഠിരൻ്റെ ആ ഒരു പ്രകടനത്തെ ഉപമിച്ചത്. ഈ ഒരു കുന്തമെന്ന് പറയുന്നത് ഈശാനൻ ഉപയോഗിച്ചിരുന്ന കുന്തമായിരുന്നു. ആ കുന്തത്തിനെ വളരെ നല്ലതുപോലെയാണ് യുധിഷ്ഠിരൻ പരിപാലിച്ചിരുന്നതും അത് വെച്ച് യുധിഷ്ഠിരൻ പ്രാക്ടീസ് ചെയ്തിരുന്നതും. അതുകൊണ്ട് തന്നെ തൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗം എന്നുള്ള രീതിക്ക് യുധിഷ്ഠിരന് ആ ആയുധം വഴങ്ങുമായിരുന്നു. ഇത് ഒരു കാര്യം. പിന്നെ ഇത് മാത്രമല്ല കേട്ടോ, യുധിഷ്ഠിരൻ പഞ്ചപാണ്ഡവരിലേക്ക് വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള രഥത്തിൽ നിന്ന് പോരടിക്കുന്ന ആളായിരുന്നു. അതായത് മഹാരഥനായ അർജുനനെക്കാട്ടിയും രഥത്തിൽ നിന്ന് ഏറ്റവും ബെസ്റ്റായിട്ട് പോരാടിക്കൊണ്ടിരുന്ന ആളായിരുന്നു യുധിഷ്ഠിരൻ. ഞാനും കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി, ഇത്രയും വലിയ സംഭവമായിരുന്നു എന്ന് ചിന്തിച്ചു പോയി. കാരണം രഥത്തിൽ നിന്നുകൊണ്ട് യുധിഷ്ഠിരൻ പോരാടുന്നത് പോലെ മറ്റ് 4 പേരും പോരാടത്തില്ലായിരുന്നു. കാരണം യുധിഷ്ഠിരനായിരുന്നു രഥത്തിൽ വെച്ചുള്ള പോരാട്ടത്തിൽ അഗ്രഗണ്യം. പിന്നെ ഗന്ധർവ യുദ്ധത്തിന് പോകുന്നതിന് മുൻപ് യുധിഷ്ഠിരൻ പറയുന്നുണ്ട്, ഞാനിവിടെ ഈ ഒരു യജ്ഞം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, യജ്ഞം ചെയ്തു തീർത്തതിന് ശേഷമേ എനിക്ക് എണീച്ച് പോകാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോയി കൗരവരെ രക്ഷിച്ചേനെ എന്ന് യുധിഷ്ഠിരൻ പറയുന്നുണ്ട്. അത് ചുമ്മാ പറഞ്ഞല്ല, പുള്ളിക്കാരൻ അമ്മാതിരി കഴിവുള്ള ആളായിരുന്നു. പോരാടിക്കൊണ്ട് നിൽക്കുന്ന യുധിഷ്ഠിരനെ ഒരു കാരണവശാലും പിടിച്ചു കെട്ടാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത്. അത്രത്തോളം യുദ്ധഭൂമിയിൽ പ്രചണ്ഡമായിട്ട് പോരാടാൻ കഴിവുള്ള ആളായിരുന്നു യുധിഷ്ഠിരൻ. അത് സൂചിപ്പിക്കുന്ന ഒരു പോരാട്ടമാണ് ദ്രോണാചാര്യരുമായിട്ടുണ്ടായ ഒരു പോരാട്ടം. നിങ്ങൾ ആലോചിക്കണം, ദ്രോണാചാര്യരുമായിട്ട് 2 തവണ യുധിഷ്ഠിരൻ പോരടിച്ചിട്ടുണ്ട്. ആ പോരാട്ടം കണ്ട ആളുകൾ അന്തം വിട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഈ ഒന്നാമത്തെ പോരാട്ടത്തിൽ ദ്രോണാചാര്യരുമായി യുധിഷ്ഠിരൻ ഏറ്റുമുട്ടിയ സമയത്ത് യുധിഷ്ഠിരന് നേരെ ഒരുപാട് അസ്ത്രങ്ങൾ ദ്രോണാചാര്യർ എയ്തപ്പോഴത്തേക്കും ആ എല്ലാ അസ്ത്രങ്ങളെയും, സാധാ അസ്ത്രങ്ങളാട്ടോ ഏതേ, ആ എല്ലാ അസ്ത്രങ്ങളെയും തൻ്റെ കൈവേഗം കൊണ്ട് യുധിഷ്ഠിരൻ അറുത്തു മുറിച്ചിട്ടു. ദ്രോണാചാര്യർ എയ്ത അമ്പുകളെയാണ് യുധിഷ്ഠിരൻ എയ്ത് മുറിച്ചിട്ടത്. അപ്പോൾ ആലോചിക്കണം എന്തോരം കഴിവുള്ള ആളാണെന്ന്. എന്നാൽ ദ്രോണാചാര്യർ ഒരു പോയിന്റിൽ യുധിഷ്ഠിരന്
ഓവർ പവർ ചെയ്ത് യുധിഷ്ഠിരൻ്റെ കയ്യിലുള്ള വില്ലിൻ്റെ ഞാണ് പൊട്ടിച്ചിട്ടു. ഇപ്പം ഞാണ് പൊട്ടിച്ചിട്ട യുധിഷ്ഠിരൻ ഇങ്ങനെ അത്ഭുതപ്പെട്ട് നിന്ന സമയത്ത് എല്ലാവരും വിചാരിച്ചോ യുധിഷ്ഠിരൻ ഇനി എന്ത് ചെയ്യും? ഈ ഗ്യാപ്പിൽ ദ്രോണാചാര്യർ എണ്ണാൻ പറ്റാത്ത ശരങ്ങൾ യുധിഷ്ഠിരന് നേരെ ഇത് വിട്ടു. എന്നാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് യുധിഷ്ഠിരൻ ചെയ്തത്. യുധിഷ്ഠിരൻ തൻ്റെ കയ്യിലിരുന്ന വില്ലെടുത്ത് മാറ്റി അടുത്ത വില്ലെടുത്ത് വളരെ പെട്ടെന്ന് ദ്രോണാചാര്യർ ചെയ്ത അത്ര അസ്ത്രങ്ങളെയും വീണ്ടും മുറിച്ചിട്ടു. ഇത് കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. അവരവരുടെ ആയുധങ്ങൾ അവരവരുടെ പോരാട്ടം മതിയാക്കി യുധിഷ്ഠിരൻ്റെയും ദ്രോണാചാര്യരുടെയും ഈ പോരാട്ടം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് എല്ലാവരുടെയും കണ്ണ് മഞ്ഞളിക്കുന്നത് പോലെ തിളക്കമുള്ള ഒരു ആയുധം യുധിഷ്ഠിരൻ തൻ്റെ കയ്യിലെടുക്കുന്നു. കാരണം എന്താണ്? ഇപ്പോൾ ഈ യുധിഷ്ഠിരൻ്റെ മുഖം ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ്. യുധിഷ്ഠിരൻ ദേഷ്യം വന്നിട്ട് തൻ്റെ കയ്യിൽ തിളങ്ങുന്നൊരു വേലെടുത്തു എന്നാണ് പറയുന്നത്. പൊന്നുപോലെ തിളങ്ങുന്നൊരു വേല്. ഇത് മുരുക ഭഗവാന്റെ വേല് പോലെ തോന്നിയ ആളുകൾക്ക്. അങ്ങനെ ശക്തമായിട്ടുള്ള ദിവ്യമായിട്ടുള്ള ഈ ഒരു വേല് യുധിഷ്ഠിരൻ നേരെ ദ്രോണാചാര്യർക്ക് നേരെ എറിഞ്ഞു. യുധിഷ്ഠിരൻ്റെ കൈവേഗവും വേലെറിയുന്ന സമയത്ത് യുധിഷ്ഠിരൻ്റെ കൈ പോകുന്ന ആ ഊക്കം കണ്ടിട്ട് ആ വേൽ എന്താണെന്നറിയാവുന്ന ആളുകൾ ഇങ്ങനെ പറഞ്ഞു, ദ്രോണാചാര്യർക്ക് സ്വസ്തി. അതായത് പുള്ളിക്കാരൻ തീർന്നു എന്നാണ് എല്ലാവരും വിചാരിച്ചത്. ദ്രോണാചാര്യർ അവിടെ വെച്ച് അവസാനിച്ചു എന്നാണ് തീരുമാനിച്ചത് എല്ലാവരും. കാരണം അമ്മാതിരി ശക്തിയുള്ളൊരു വേലാണ് അവിടെ പ്രയോഗിച്ചത്. ഇദ്ദേഹം എറിഞ്ഞ രീതിയും കൂടെ കണ്ടപ്പോൾ ആളുകൾ അന്തം വിട്ടുപോയി. പെട്ടെന്ന് തൻ്റെ ശ്രദ്ധ വളരെ ഷാർപ്പായിട്ടുള്ള ദ്രോണാചാര്യർ ആ വേല് തകർക്കാനായിട്ടൊരു ദിവ്യാസ്ത്രം പ്രയോഗിച്ചു. ആ ദിവ്യാസ്ത്രം എന്താണെന്ന് കേട്ടാൽ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്തോരം ശക്തമായിട്ടുള്ള വേലായിരുന്നു എന്നെന്ന്. ദ്രോണാചാര്യർക്ക് ബ്രഹ്മാസ്ത്രം ഉപയോഗിക്കേണ്ടി വന്നു ആ വേലിനെ ന്യൂട്രലൈസ് ചെയ്യാനായിട്ട്. പിന്നീട് യുധിഷ്ഠിരനെ ഭയങ്കരമായിട്ട് ഇവർ പ്രഹരിച്ച് അദ്ദേഹത്തിന് അവിടെ നിന്ന് മാറേണ്ടി വന്നായിരുന്നു കേട്ടോ. അതും പറയണമല്ലോ, യുദ്ധമല്ലേ. ഈ ചില സമയങ്ങളിൽ റിട്രീറ്റ് ചെയ്യേണ്ടി വരും, ചില സമയത്തിൽ കയറി അടിക്കേണ്ടി വരും, അതെല്ലാം സ്വാഭാവികമാണ്. എന്നാൽ എല്ലാ ആളുകളെയും അത്ഭുതപ്പെടുത്തുന്ന യുധിഷ്ഠിരൻ്റെ ഒരു പെർഫോമൻസ് രാത്രി യുദ്ധത്തിലാണ് അരങ്ങേറിയത്. അങ്ങനെ മഹാഭാരത സമയത്ത് ആ രാത്രി യുദ്ധ സമയത്ത് ഇന്നേ വരെ ആരും കണ്ടിട്ടില്ലാത്തൊരു യുധിഷ്ഠിരനെ അവിടെ കണ്ടു. ഇത് പറഞ്ഞു തുടങ്ങുന്നതിന് മുൻപ് നമ്മൾ മറ്റൊരു കാര്യം പറയേണ്ടിയിരിക്കുന്നു. ഈ അജ്ഞാതവാസത്തിനൊക്കെ ശേഷം പഞ്ചപാണ്ഡവന്മാർ അവരുടെ റോയൽ വസ്ത്രങ്ങളെല്ലാം ധരിച്ച് വിരാട മഹാരാജാവിൻ്റെ മുന്നിലേക്ക് വന്നപ്പോൾ അർജുനൻ തൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള യുധിഷ്ഠിരനെ പരിചയപ്പെടുത്തിയത് എങ്ങനെയാണെന്നറിയോ? ഇത് ചക്രവർത്തി സാമ്രാട്ട് യുധിഷ്ഠിരൻ. ഇദ്ദേഹം സർവശസ്ത്രജ്ഞാനിയാണ്. 3 ലോകങ്ങളിലും ദിവ്യാസ്ത്രങ്ങളെക്കുറിച്ച് ഇദ്ദേഹത്തെ പോലെ അറിവുള്ളൊരു മനുഷ്യൻ വേറെ ഉണ്ടാവത്തില്ല എന്ന്. അതായത് 3 ലോകങ്ങളിലും ദിവ്യാസ്ത്രങ്ങളെക്കുറിച്ചും ശസ്ത്രങ്ങളെക്കുറിച്ചുമെല്ലാം പെർഫെക്റ്റ് നോളജ് ഉണ്ടായിരുന്ന ഒരാളായിരുന്നു യുധിഷ്ഠിരനെന്ന്. അതായത് ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിച്ചിരുന്നു യുധിഷ്ഠിരൻ. യുധിഷ്ഠിരൻ്റെ കയ്യിൽ ദിവ്യാസ്ത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മഹാഭാരതത്തിൽ യുധിഷ്ഠിരൻ ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നമുക്ക് മഹാഭാരതത്തിൻ്റെ മോഡേൺ വെർഷൻസിൽ ഒന്നും കാണാൻ പറ്റത്തില്ല അല്ലേ? കാരണം യുധിഷ്ഠിരന് ഗ്യാപ്പ് കിട്ടാറില്ല. ഭീമനും അർജുനനും എല്ലാം കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾക്കല്ലേ കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ പറ്റുള്ളൂ. യുധിഷ്ഠിരനും കൂടെ പ്രാധാന്യം കൊടുക്കേണ്ടി വന്നാൽ ടൈം കൂടിപ്പോവും. അതുകൊണ്ടാണ് ആ ഭാഗമെല്ലാം ആളുകൾ താല്പര്യമില്ലാതെ കട്ട് ചെയ്ത് മാറ്റുന്നത്. അപ്പോൾ ദിവ്യാസ്ത്രങ്ങൾ യുധിഷ്ഠിരന് പ്രയോഗിക്കാൻ അറിയായിരുന്നു. ഇതായിരുന്നു ആ രാത്രി യുദ്ധം. അതിനെക്കുറിച്ച് പറയാം. രാത്രി യുദ്ധത്തിൽ ഈ രാത്രി ഇവർ ആക്രമിക്കാനായിട്ട് വന്ന സമയത്ത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ പാണ്ഡവർക്ക് ദേഷ്യം വരികയും ഭീമസേനനും യുധിഷ്ഠിരനും ദൃഷ്ടദ്യുമ്നനും യുയുധാനനും കൂടെ യുദ്ധഭൂമിയിലോട്ട് അങ്ങോട്ട് കരിമ്പും കാട്ടി ആന കയറുന്നത് പോലെ ദേഷ്യപ്പെട്ട് ഇറങ്ങിയതിന് ശേഷം അവിടെ ഒരു ഗംഭീര യുദ്ധം നടന്നു. ആ യുദ്ധം നടന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഒരുപാട് പേര് യുധിഷ്ഠിരൻ്റെ കൈകൊണ്ടിങ്ങനെ കാലുപുരിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ധൃതരാഷ്ട്രരുടെ 7 അളിയന്മാരെ ഭീമസേനൻ നേരെ യമപുരിയിലോട്ട് നയിച്ചു. അതായത് തട്ടിക്കളഞ്ഞു. ഇത് തട്ടിക്കളഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. ഈ സമയത്ത് യുധിഷ്ഠിരൻ്റെ ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു യുദ്ധഭൂമിയിൽ. യുധിഷ്ഠിരൻ്റെ ഈ ഒരു പെർഫോമൻസിൽ അനേക കൗരവ സൈന്യങ്ങൾ യുധിഷ്ഠിരൻ്റെ അസ്ത്രങ്ങളിൽ തീർന്നു. അപ്പോൾ യുധിഷ്ഠിരൻ ഇങ്ങനെ പ്രചണ്ഡമായിട്ട് നിന്ന് പോരാടുന്നത് കണ്ടപ്പോൾ ദുര്യോധനന് സഹിച്ചില്ല. ദുര്യോധനൻ നേരെ, ഗുരുദേവ, അങ്ങ് എനിക്ക് തന്ന വാഗ്ദാനം പാലിച്ചാലും അവൻ്റെ അഹങ്കാരം ശമിപ്പിച്ചാലും യുധിഷ്ഠിരനെ വകവരുത്തിയാലും എന്ന് ദുര്യോധനൻ പറയും. അങ്ങനെ യുധിഷ്ഠിരന് നേരെ ഒരു കൂട്ടം ആളുകളിങ്ങനെ മുറവിളിയോടുകൂടി വരെയാണ് യുധിഷ്ഠിരൻ്റെ ഈ ഒരു തേരിന് നേരെ. ദ്രോണാചാര്യരും ഉണ്ടായിരുന്നു. വന്ന ആളുകളെ അത്രയും യുധിഷ്ഠിരൻ പ്രതിരോധിച്ചു. എന്നാൽ ദ്രോണാചാര്യർ വന്നപ്പോൾ എല്ലാവരും വഴിമാറി. അങ്ങനെ പൊരിഞ്ഞ യുദ്ധം. ദ്രോണാചാര്യരും യുധിഷ്ഠിരനും കൂടെ ഏറ്റുമുട്ടിയപ്പോഴത്തേക്കും വീണ്ടും ജനങ്ങൾ, ഈ യോദ്ധാക്കൾ
സൈനികർ അവരുടെ ആയുധങ്ങളെല്ലാം മാറ്റിവെച്ച് അന്തം വിട്ടു നിന്നു. കാരണം യുധിഷ്ഠിരൻ്റെ കണ്ണ് കോപം കൊണ്ട് ജ്വലിക്കുകയായിരുന്നു ആ സമയത്ത്. അന്നേ വരെ ചക്രവർത്തി സാമ്രാട്ട് യുധിഷ്ഠിരനെ ദേഷ്യപ്പെട്ട ആരും കണ്ടിട്ടില്ല. അങ്ങനെ ദ്രോണാചാര്യർ അവിടെ എത്തിയ ഉടനെ സാധാരണ അസ്ത്രം പ്രയോഗിക്കുന്നതിന് മുമ്പേ വായവ്യാസ്ത്രം എടുത്ത് യുധിഷ്ഠിരന് നേരെ അങ്ങ് പ്രയോഗിച്ചു. അപ്പോൾ എല്ലാവരും അന്തം വിട്ട് നിൽക്കണം. ദ്രോണാചാര്യർ തൊടുത്തു വിട്ട വായവ്യാസ്ത്രം അത്. യുധിഷ്ഠിരൻ എന്ത് ചെയ്തെന്നറിയോ? യുധിഷ്ഠിരൻ പെട്ടെന്ന് തൻ്റെ മഹേന്ദ്രമെന്ന് പറയുന്ന ആ സെലസ്റ്റിയലായിട്ടുള്ള ദിവ്യമായിട്ടുള്ള ധനുസെടുത്തിട്ട് യുധിഷ്ഠിരൻ തിരിച്ചു വായവ്യാസ്ത്രം അയച്ചു. അതായത് ദ്രോണാചാര്യർ തൊടുത്ത ദിവ്യാസ്ത്രത്തെ യുധിഷ്ഠിരൻ മറ്റൊരു ദിവ്യാസ്ത്രം കൊണ്ട് തടുത്തു. തീർന്നില്ല. ഇത് കഴിഞ്ഞതിന് ശേഷം ദ്രോണാചാര്യർ ആരും ചിന്തിക്കാത്തൊരു അക്രമമാണ് കാണിച്ചത്. എന്താണെന്നറിയോ? സാധാരണ അമ്പുകൾ യുധിഷ്ഠിരൻ നേരെ എഴുതി വിടുന്നത് പോലെ ചറ വറാന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ ദിവ്യാസ്ത്രങ്ങൾ അങ്ങോട്ട് എഴുതു. ആരും വിചാരിച്ചില്ല. കാരണം സാധാരണ അമ്പുകൾ എഴുതുന്നത് പോലെ ദിവ്യാസ്ത്രങ്ങൾ ദ്രോണാചാര്യർ വിടുന്നു. ദ്രോണാചാര്യർ അതുകൊണ്ട് പറ്റും. കാരണം മന്ത്രങ്ങൾ സ്പീഡിന് ഉരുവിട്ട് ഇദ്ദേഹത്തിന് ഉറപ്പായിട്ട് ചെയ്യാൻ പറ്റും. കാരണം ദ്രോണാചാര്യരല്ലേ. അങ്ങനെ ഒന്നിനു പിറകെ ഒന്നായിട്ട് ദ്രോണാചാര്യർ കേട്ടുകേൾവി പോലും ഇല്ലാത്ത കുറേ ദിവ്യാസ്ത്രങ്ങൾ അയച്ചു. ആ അസ്ത്രങ്ങൾ ഏതൊക്കെയെന്ന് വെച്ചാൽ വാരുണാസ്ത്രം, യാമ്യാസ്ത്രം, ആഗ്നേയാസ്ത്രം, ത്വാഷ്ടാസ്ത്രം, സാവിത്രാസ്ത്രം എന്നിങ്ങനെ പറയുന്ന കുറേ ദിവ്യമായിട്ടുള്ള അസ്ത്രങ്ങൾ നേരെ യുധിഷ്ഠിരന് നേരെ വിട്ടു. അങ്ങനെ ദ്രോണാചാര്യർ ഈ ദിവ്യാസ്ത്രങ്ങളൊക്കെ പ്രയോഗിച്ചപ്പോഴത്തേക്കും സൈനികർ അത്ഭുതപ്പെട്ടു പോയി. കാരണം എന്താണ്? യുധിഷ്ഠിരൻ കുന്തം വെച്ച് പോരാടുന്ന ആളല്ലേ. ഇദ്ദേഹത്തിന് ഈ അസ്ത്രങ്ങളെ തടുക്കാൻ പറ്റുമോ? എന്താണെന്നറിയാതെ ജനങ്ങൾ ഓരോ തവണ യുധിഷ്ഠിരൻ്റെ തേരിലേക്ക് നോക്കുമ്പോഴും അവിടെ ഒരു തിളക്കമാണ് കാണാൻ കഴിയുന്നത്. കാരണം ദ്രോണാചാര്യർ അയച്ച എല്ലാ ദിവ്യാസ്ത്രങ്ങളെയും കൗണ്ടർ ചെയ്യാനായിട്ടുള്ള ദിവ്യാസ്ത്രങ്ങൾ യുധിഷ്ഠിരൻ അവിടെ നിന്ന് തിരിച്ചയച്ചു. എല്ലാവരും അത്ഭുതപ്പെട്ടു. കാരണം യുധിഷ്ഠിരൻ ദ്രോണാചാര്യർ അയക്കുന്ന ദിവ്യാസ്ത്രങ്ങളെയാണ് അതേ ദിവ്യാസ്ത്രങ്ങൾ കൊണ്ട് തടുത്തത്. അപ്പോൾ ദിവ്യാസ്ത്രത്തെക്കുറിച്ച് അത്രയും ജ്ഞാനം യുധിഷ്ഠിരനും ഉണ്ടായിരുന്നു. ഇപ്പോഴെല്ലാം യുധിഷ്ഠിരനെ നോക്കുന്ന ജനങ്ങൾ അത്ഭുതപ്പെടുകയാണ്. കാരണം എതിരെ നിന്ന് ദിവ്യാസ്ത്രങ്ങൾ തൊടുത്തു വീടുന്ന ദ്രോണാചാര്യരെ കണ്ടിട്ട് ഒരല്പം പോലും മഹാരഥനായ യുധിഷ്ഠിരൻ ഭയക്കുന്നില്ല. യുധിഷ്ഠിരൻ്റെ കണ്ണിൽ ഒരു തരി പോലും ഭയം കാണുന്നില്ല. യുധിഷ്ഠിരൻ അവിടെ ഒരു വലിയ സിംഹത്തെപ്പോലെ ഇങ്ങനെ നിൽക്കുന്നു. തലയിടുപ്പുള്ളൊരു ഗജം നടക്കുന്നത് പോലെ തൻ്റെ തേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തിക്കൊണ്ട് ഒരു ഭയവുമില്ലാതെ ദ്രോണാചാര്യരെ നോയിക്കൊണ്ട് നിൽക്കുകയാണ്. ദ്രോണാചാര്യർക്കാകട്ടെ ദേഷ്യം കയറുന്നു. താൻ തൻ്റെ യുവരാജാവായിട്ടുള്ള തൻ്റെ രാജാവായിട്ടുള്ള ദുര്യോധനന് കൊടുത്ത വാഗ്ദാനം ഓർമ്മ വന്നിട്ട് ദ്രോണാചാര്യർ നേരെ വില്ലെടുത്ത് വളരെ പ്രശസ്തമായിട്ടുള്ള 2 ദിവ്യാസ്ത്രങ്ങൾ തൊടുക്കുകയാണ്. ഏതൊക്കെ? ഒന്ന് പ്രാജാപത്യ, മറ്റൊന്ന് ഐന്ദ്രം. ഈ 2 അസ്ത്രങ്ങൾ വളരെ പ്രസിദ്ധമാണ്. എന്നാൽ യുധിഷ്ഠിരൻ എന്ത് ചെയ്യുമെന്നറിയാൻ വയ്യാതെ ജനങ്ങൾ യുധിഷ്ഠിരനെ നോക്കുമ്പോൾ അവർക്ക് കാണാൻ കഴിയുന്നത് വിരിഞ്ഞ നെഞ്ചും അതുപോലെ തന്നെ സിംഹത്തിൻ്റെ പ്രൗഢിയോടുകൂടിയും അവിടെ നിൽക്കുന്ന രാജാവായ യുധിഷ്ഠിരനെയാണ്. അദ്ദേഹത്തിൻ്റെ കണ്ണിലൊരു അല്പം ഭയം പോലുമില്ല. പെട്ടെന്ന് തന്നെ യുധിഷ്ഠിരൻ തൻ്റെ മഹേന്ദ്രമെന്ന് പറയുന്ന ശക്തമായിട്ടുള്ള വില്ലെടുത്തിട്ട് ആ വില്ലിൽ നിന്ന് മഹേന്ദ്രമെന്ന് പറയുന്നൊരു ദിവ്യാസ്ത്രമാണ് പ്രയോഗിച്ചത്. ദ്രോണാചാര്യർ അയച്ച ഐന്ദ്രം അതുപോലെ പ്രാജാപത്യം എന്നീ പറയുന്ന 2 ദിവ്യാസ്ത്രങ്ങളെ മഹേന്ദ്രം എന്ന് പറയുന്ന ഒരൊറ്റ ദിവ്യാസ്ത്രം കൊണ്ട് യുധിഷ്ഠിരൻ തടഞ്ഞു. ഇത് ആളുകളെ അത്ഭുത സ്തബ്ധരാക്കി. കാരണം ദ്രോണാചാര്യർ അയച്ച 2 ദിവ്യാസ്ത്രങ്ങളെ മഹേന്ദ്രം എന്ന് പറയുന്ന ശക്തമായിട്ടുള്ള ദിവ്യാസ്ത്രം കൊണ്ടാണ് യുധിഷ്ഠിരൻ തടഞ്ഞത്. ഇത്രത്തോളം അസ്ത്രത്തിൽ ജ്ഞാനമുണ്ടായിരുന്നു യുധിഷ്ഠിരന്. ഇത് കണ്ട് ജനങ്ങൾ ഭയന്നു. കൗരവ സൈന്യത്തിലുള്ള ഓരോ ആളുകളും ഓരോ അടി ഇങ്ങനെ പിറക്കോട്ട് വെച്ചു തുടങ്ങി. കാരണം അതിശക്തനായിട്ടുള്ള ദ്രോണാചാര്യരുടെ ദിവ്യാസ്ത്രങ്ങളെയാണ് ചക്രവർത്തി സാമ്രാട്ടായിട്ടുള്ള യുധിഷ്ഠിരൻ എതിർത്തത്. യുധിഷ്ഠിരൻ്റെ മുഖം കണ്ടിട്ട് എല്ലാ സൈനികർക്കും ഭയമാകുന്നു. ഇന്ന് യുധിഷ്ഠിരൻ്റെ മുന്നിൽ ആരെങ്കിലും പോയാൽ ഉറപ്പായിട്ടും അവൻ്റെ കഥ കഴിഞ്ഞത് തന്നെയെന്ന് മനസ്സിലാക്കി ജനങ്ങളുടെ നെഞ്ച് പിടഞ്ഞു തുടങ്ങി. എന്നാൽ അപ്പോഴാണ് അവർക്കൊരു കാര്യം ശ്രദ്ധിക്കാൻ കഴിയുന്നത്. ദ്രോണാചാര്യർ എന്തോ മന്ത്രം ഉരുവിടുന്നു. ജനങ്ങളെല്ലാവരും അത്ഭുതപ്പെട്ട ദ്രോണാചാര്യരുടെ അടുത്തേക്ക് നോക്കിയപ്പോൾ അവർക്ക് കാണാൻ കഴിഞ്ഞത് ദ്രോണാചാര്യരുടെ ആ വലിയ വില്ല്, പ്രശസ്തമായിട്ടുള്ള ആ വലിയ വില്ല് കുലച്ചുകൊണ്ട് ദ്രോണാചാര്യർ മന്ത്രം ജപിക്കുന്നു. അന്തരീക്ഷത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ കാണുന്നുണ്ട്. എവിടെയൊക്കെയോ ഇടിമിന്നലും വെളിച്ചവുമൊക്കെ വരുന്നുണ്ട്. അവിടെ ഒരു വല്ലാത്ത തിളക്കം. ജനങ്ങൾ നോക്കുമ്പോൾ അന്തരീക്ഷത്തിൽ ബ്രഹ്മാസ്ത്രം രൂപപ്പെടുകയാണ്. ജനങ്ങൾക്ക് മനസ്സിലായി, ഓഹോ, ദ്രോണാചാര്യർ ഒരു ബ്രഹ്മാസ്ത്രം ഉപയോഗിക്കാൻ പോവുകയാണ്. ബ്രഹ്മാസ്ത്രം എന്ന് പറയുമ്പോൾ നല്ല അറിവുള്ള ആളുകൾക്കും എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്കും കഴിവുള്ള ആളുകൾക്കും മാത്രമല്ലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇതിൽ യുധിഷ്ഠിരൻ തീർന്നു എന്ന് വിചാരിച്ചു. അങ്ങനെ ആ ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ച് യുധിഷ്ഠിരന് നേരെ ദ്രോണാചാര്യർ ആ ബ്രഹ്മാസ്ത്രം അയക്കുന്നു. ദിവ്യമായിട്ടുള്ള ഒരു ഇടിമിന്നൽ പോലെ, എന്താ ഭയങ്കര തിളക്കമുള്ള
കാണുമ്പോൾ തന്നെ ഭയമാകുന്ന ആ ഒരസ്ത്രം ദ്രോണാചാര്യർ നേരെ യുധിഷ്ഠിരനെ അയക്കാൻ പോകുമ്പോൾ യുധിഷ്ഠിരൻ അവിടെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മഹേന്ദ്രമെന്ന് പറയുന്നത് എൻ്റെ ബില്ലെടുത്തിട്ട് അദ്ദേഹവും മന്ത്രം ജപിക്കാൻ തുടങ്ങി. ഇവരാലോചിച്ച് ബ്രഹ്മാസ്ത്രത്തെ തടയാനായിട്ട് ഏത് മന്ത്രം? എല്ലാവരും നോക്കി നിൽക്കവേ കൗരവ സൈന്യത്തിൻ്റെ സർവ്വധൈര്യവും ചോർന്നു പോകുന്നൊരു പ്രവൃത്തി യുധിഷ്ഠിരൻ ചെയ്തു. യുധിഷ്ഠിരൻ അവിടെ വെച്ച് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു. അതായത് ദ്രോണാചാര്യർ പ്രയോഗിച്ച ബ്രഹ്മാസ്ത്രം അതേപോലെ അത്രത്തോളം ശക്തമായിട്ടുള്ളൊരു ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചാലല്ലേ ഇതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലൊരു ബ്രഹ്മാസ്ത്രം അവിടെ യുധിഷ്ഠിരനെ ആവാഹിച്ചു തുടങ്ങി. ദ്രോണാചാര്യർ യുധിഷ്ഠിരന് നേരെ ഈ ബ്രഹ്മാസ്ത്രം അയച്ചു. സ്പോട്ടിൽ ചക്രവർത്തി സാമ്രാട്ട് യുധിഷ്ഠിരൻ തൻ്റെ ബ്രഹ്മാസ്ത്രം കൊണ്ട് തടുത്തിരിക്കുന്നു. അപ്പോൾ ആലോചിച്ച് നോക്കുക, ബ്രഹ്മാസ്ത്രത്തെക്കുറിച്ചുള്ള ജ്ഞാനവും യുധിഷ്ഠിരനുണ്ടായിരുന്നു. അത്രത്തോളം ജ്ഞാനിയായിരുന്നു യുധിഷ്ഠിരൻ ഈ ദിവ്യാസ്ത്രങ്ങളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ. അപ്പോൾ ചില്ലറക്കാരനല്ല എന്ന് മനസ്സിലായില്ലേ? ഒരു ഒന്നാം തരം യോദ്ധാവായിരുന്നു. ഇതിനു ശേഷം ആ ഒരു യുദ്ധഭൂമിയിൽ ഒരു സംഭവം ഉണ്ടായി. ദ്രോണാചാര്യരുടെ ദിവ്യാസ്ത്രത്തെ യുധിഷ്ഠിരൻ, അതായത് ദ്രോണാചാര്യരുടെ ബ്രഹ്മാസ്ത്രത്തെ യുധിഷ്ഠിരൻ തൻ്റെ ബ്രഹ്മാസ്ത്രം കൊണ്ട് ന്യൂട്രലൈസ് ചെയ്തത് കണ്ട ഉടനെ തന്നെ കൗരവ സൈന്യം യുധിഷ്ഠിരനെ കണ്ട് പേടിച്ചോടി. അവിടെ നിന്ന് അവൻ്റെയൊക്കെ കഥ കഴിഞ്ഞു എന്ന് മനസ്സിലാക്കിയിട്ട് യുധിഷ്ഠിരനെ കണ്ട് അവർ പേടിച്ചോടുകയാണ് ചെയ്തത്. ഇതുപോലെ യുധിഷ്ഠിരൻ എന്ന യോദ്ധാവിൻ്റെയും ചക്രവർത്തി സാമ്രാട്ട് യുധിഷ്ഠിരൻ എന്ന ഭരണാധികാരിയുടെയും പല ക്വാളിറ്റികൾ നമുക്ക് വിളിച്ചറിയിച്ചു തരുന്ന ഒരുപാട് ഇൻസ്റ്റൻസസ് വ്യാസമഹാഭാരതത്തിലുണ്ട്. അതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ട് മറ്റുള്ള രാജാക്കന്മാർക്ക് എന്തുകൊണ്ട് ഇദ്ദേഹത്തിനോടൊരു താല്പര്യമുണ്ടായിരുന്നു, ഇദ്ദേഹത്തെ ബഹുമാനിച്ചിരുന്നു. എന്തിനേറെ പറയണം, ജരാസന്ധന് പോലും യുധിഷ്ഠിരന് നേരെ ഒരു വിദ്വേഷമോ ദേഷ്യമോ ഒന്നും ഉള്ളതായി പറയുന്നില്ല. അവർക്ക് സഹിതം യുധിഷ്ഠിരനോട് വല്ലാത്ത ബഹുമാനവും സ്നേഹവും ഒക്കെ ആയിരുന്നു. അങ്ങനെ ഒരുപാട് ക്വാളിറ്റീസ് ഉള്ള ഒരാളാണ് യുധിഷ്ഠിരൻ. അപ്പോൾ ഇതാണ് വ്യാസമഹാഭാരതത്തിലെ ചക്രവർത്തി സാമ്രാട്ട് യുധിഷ്ഠിരൻ. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ NFOയുടെ കാര്യം മറക്കണ്ട കേട്ടോ. ഈ മാസം 31 വരെയാണ് ലാസ്റ്റ് ഡേറ്റ്. പിന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് പുറമെ 80C പ്രകാരവും 1010D പ്രകാരവുമുള്ള ടാക്സ് ബെനിഫിറ്റ്സും അവൈലബിൾ ആണ്. ലിങ്കും കാര്യങ്ങളുമെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന് കയറി നോക്കുക, വായിച്ചൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് വ്യാസമഹാഭാരതത്തിലെ ചക്രവർത്തി സാമ്രാട്ട് യുധിഷ്ഠിരനെ കുറിച്ചുള്ള ചില വിശേഷങ്ങൾ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലെ കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും പറ്റുമെങ്കിൽ ശത്രുക്കൾക്കും ഒന്ന് അയച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു കണ്ടൻറ്റുമായി കാണുന്നത് വരെ